വീണ്ടും പ്രതികാര നടപടിയുമായി ഗവർണർ. കാലടി സംസ്കൃത സർവകലാശാല VC സ്ഥാനത്ത് നിന്ന് KK ഗീതകുമാരിയെയാണ് മാറ്റിയത്. സിൻഡിക്കേറ്റ് തീരുമാനം നടപ്പിലാക്കരുതെന്ന ഗവർണറുടെ ആവശ്യം VC തള്ളിയിരുന്നു. വിജിൻ വായാന്തോടുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിജിൻ, വീണ്ടും സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഒരു പ്രശ്നം വന്നിരിക്കുകയാണ്. ഈ ഗവർണർ VC വിവാദങ്ങൾ ഒഴിയുന്നില്ല അല്ലേ? എന്താണ് ഈ പുതിയ പ്രശ്നം? തീർച്ചയായും ആരതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അതായത് VC ഗവർണർ പോര് ഒരു ഭാഗത്ത് നടക്കുന്നു, സർക്കാർ ഗവർണർ പോര് ഒരു ഭാഗത്ത് നടക്കുന്നു. അതിനിടയിലാണ് നിലവിൽ കാലടി സംസ്കൃത സർവകലാശാല VC KK ഗീതകുമാരിയെ മാറ്റിക്കൊണ്ടുള്ള തീരുമാനത്തിലേക്ക് ഗവർണർ കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ടതില്ല എന്നുള്ള ഒരു നിർദ്ദേശം അത് VCക്ക് ഗവർണർ നൽകിയിരുന്നു. പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയില്ല. സിൻഡിക്കേറ്റാണ് പരമാധികാരി. അതുകൊണ്ട് തന്നെ സിൻഡിക്കേറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ടി വരും എന്നുള്ള കാര്യമാണ് VC വ്യക്തമാക്കിയത്. അത് കഴിഞ്ഞ BFA വിദ്യാർത്ഥികളുടെ അവരെ വിജയിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉൾപ്പെടെയുള്ള തർക്കങ്ങൾ നിലവിൽ VCയും ഗവർണറും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അതിനിടയിലാണ് അതിനു മുമ്പ് ഈ അധ്യാപക നിയമനം സർവകലാശാല കാലടി സംസ്കൃത സർവകലാശാലയിലെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് അധ്യാപകരെ നിയമിക്കരുത് എന്നുള്ളതായിരുന്നു ഗവർണറുടെ നിർദ്ദേശം. സാമ്പത്തികമായ പ്രതിസന്ധിയിലാണ്, അതുകൊണ്ട് അധ്യാപകരെ നിയമിക്കരുത് എന്നുള്ളതായിരുന്നു ഗവർണറുടെ നിർദ്ദേശം. പക്ഷേ സിൻഡിക്കേറ്റ് അധ്യാപകരെ നിയമിക്കാനുള്ള തീരുമാനത്തിലേക്കും കടന്നിരുന്നു. സിൻഡിക്കേറ്റ് തീരുമാനമാണ് നടപ്പിലാക്കുക എന്നുള്ളതായിരുന്നു VC നിലപാടെടുത്തത്. ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ അത് VCയും ഗവർണർ ചാൻസലറായ ഗവർണറും തമ്മിൽ നിലനിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ കാലടി സർവകലാശാല VC KK ഗീതാകുമാരിയെ മാറ്റിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഗവർണർ എത്തിയിരിക്കുന്നത്. പകരം ചുമതല നൽകിയിരിക്കുന്നത് ഇപ്പോൾ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി VCയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സിസ തോമസിനാണ് പകരം ചുമതല നിലവിൽ നൽകിയിരിക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും സർക്കാരുമായി ഒരു ഏറ്റുമുട്ടൽ അത് ഗവർണർ ഈ ഘട്ടത്തിലും തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഗവർണറുടെ തീരുമാനത്തിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കാലടി സർവകലാശാല VCയെ എന്തായാലും ഗവർണർ ഇപ്പോൾ മാറ്റിയിരിക്കുന്നു. പകരം സർക്കാരുമായി എക്കാലത്തും ഇടഞ്ഞു നിൽക്കുന്ന ഗവർണറുമായി ഏറ്റവും പ്രധാനമായും അടുത്തു നിൽക്കുന്ന VCക്ക് പകരം ചുമതല കൂടി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് സുപ്രധാനമായ കാര്യം. ശരി, വിജിൻ വായാന്തോടാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം.